മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും സൂപ്പർ കറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി ഈ മാമ്പഴ പുളിശ്ശേരി തന്നെയാണ്. കുറച്ച് മാമ്പഴം കിട്ടി നമുക്ക് മാമ്പഴക്കറി ഉണ്ടാക്കാം. നമുക്ക് നല്ല അടിപൊളി മാമ്പഴക്കറി ഉണ്ടാക്കാം. നല്ല നാട്ടുമാമ്പഴമാണല്ലോ. ഓ, ഇതെന്തോരാ, നല്ല അടിപൊളി മാമ്പഴമാണല്ലോ. അപ്പൊ ഇത് ഞാനിന്ന് കുറച്ച് എടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴ, നല്ല കിടിലൻ നാട്ടുമാമ്പഴം കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മാമ്പഴത്തിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ മിക്ക ദിവസവും ഇവിടെ മാമ്പഴ പുളിശ്ശേരി ആയിട്ട്. ഇവിടെ ആർക്കും മടുക്കാത്തൊരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. അമ്മ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല നാട്ടുമാമ്പഴമാണത്. അപ്പൊ അതുകാരണം മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ അമ്മ ഇനിയും ഇത് റെഡിയാക്കാൻ തുടങ്ങുകയല്ലേ? കൽച്ചട്ടിയിൽ വെക്കട്ടോ. കൽച്ചട്ടിയിലുണ്ടാകും. കൽച്ചട്ടിയിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതില് ആദ്യം ആ മാമ്പഴം ഇട്ടു. അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെന്താ, മുളക് പൊടി അല്ലെ? മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. ഇതിലിനിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോഴും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താണ് ചേർക്കുന്നത്? തേങ്ങ അരപ്പല്ലേ? തേങ്ങയും ജീരകത്തിന്റെയും കൂടെ ഉള്ള അരപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ല കുറുകിയ നല്ല മോര് ചേർത്ത് കൊടുക്കും. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല തിക്കായിട്ടുള്ള നല്ലൊരു കട്ടിയോടുകൂടിയുള്ള ഒരു മോരായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് എത്ര നേരം നമ്മള് ആണല്ലേ? ഇതിനും തിളച്ചു കഴിഞ്ഞാൽ അതിനൊരു ശരിക്കും പാൽപ്പായസത്തിന്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റ് ആയി പോകും. പിരിഞ്ഞും പോകും. ഇങ്ങനെയുണ്ട്. ഇത് ഓഫ് ചെയ്തുട്ടോ, തിളക്കാൻ പോവുക. ഇനി നമുക്ക് കടുക് വറക്കാം. അപ്പൊ തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് പത വന്ന് തുടങ്ങിയപ്പോ നമ്മളത് ഓഫ് ചെയ്തു. പതഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അതാണ് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മളത് ഓഫ് ചെയ്യും. ഇനി അതിലേക്ക് കടുക് വറുത്ത് ചേർക്കും. ഇനി നമുക്കതിലേക്ക് കടുകും മുളകൊക്കെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വറ്റൽ മുളക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉലുവ ഇടണ്ട. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പായി പോകും. കുറച്ച് ഉലുവ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ മോരുകറിക്ക് ആ ഒരു ടേസ്റ്റ് വരിക, മാമ്പഴക്കറിക്ക്. അത് ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ച മോര് കറിയിലേക്ക്, മാമ്പഴക്കറിയിലേക്ക് നമ്മൾ ഈ കടുകോടെ ഇട്ട് നന്നായിട്ട് ഇളക്കും.
നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഈ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടത്തെ ഒരു മെയിൻ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും സൂപ്പർ കറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി ഈ മാമ്പഴ പുളിശ്ശേരി തന്നെയാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടോ മാമ്പഴക്കറി. എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. എത്ര കഴിച്ചാലും നമുക്കൊരു മടുപ്പ് തോന്നാത്ത ഒരു കറിയാണിത്. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഊണ് കഴിക്കാൻ പോവാണ്. ഊണിന് അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് നല്ല മാമ്പഴ പുളിശ്ശേരിയാണ്. പിന്നെ മാങ്ങ ചമ്മന്തി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല വഴുതനങ്ങ കൊണ്ടാട്ടമുണ്ട്. വഴുതനങ്ങ കൊണ്ടാട്ടം ഇവിടെ വഴുതനങ്ങ പാടത്ത് ഒരുപാട് എക്സ്ട്രാ വരുന്ന സമയത്ത് നമ്മൾ ബാക്കി വരുന്ന ആ വഴുതനങ്ങയൊക്കെ എടുത്ത് വേനൽ സമയത്ത് ഉണക്കി ഉപ്പും മുളകൊക്കെ വെച്ചിട്ട് പുരട്ടിയിട്ട് ഉണങ്ങി ഇതുപോലെ വയ്ക്കും. ഇതുപോലെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ മുളകും ഇവിടെ ഉണ്ടാക്കിയതാണ് കൊണ്ടാട്ടം, അതും റെഡിയാണ്. പിന്നെ ഒരു പപ്പടവും പിന്നെ വീട്ടിലിട്ട കണ്ണിമാങ്ങ അച്ചാറും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഊണിനുള്ള ഐറ്റംസ്. അപ്പോൾ എനിക്ക് കൊതിയായിട്ടുള്ള, കാരണം മാമ്പഴക്കറി എൻ്റെ ഫേവറേറ്റ് ആണ്. ആ മാമ്പഴവും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് കൊതിയാവും. അപ്പൊ നമുക്ക് ഊണ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മാമ്പഴക്കറി ഇത് കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാൻ പോവാണ്. മാമ്പഴക്കറിയിൽ എനിക്ക് ഈ കൂട്ടാനേക്കാളും എനിക്ക് ഇഷ്ടമുണ്ട്, ചാറിനേക്കാളും ഇഷ്ടം എനിക്ക് ഈ മാമ്പഴം ഇങ്ങനെ കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളിവിടെ പാടത്ത് ഇങ്ങനെ വഴുതനങ്ങയൊക്കെ എക്സ്ട്രാ വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് വഴുതനങ്ങ ഉണക്കി ഇങ്ങനെ കൊണ്ടാട്ടമാക്കിയിട്ട് അതുണ്ടാക്കും. അപ്പോൾ അതൊരു ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ചേർത്ത് ഉണക്കി റെഡിയാക്കാറുണ്ട്. പിന്നെ ഈ മുളകൊക്കെ ആണെങ്കിലും ഇവിടെ അമ്മ ഇങ്ങനെ കൊണ്ടാട്ടമായിട്ട് ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള നമ്മുടെ കണ്ണിമാങ്ങ. അപ്പോൾ കുറച്ചൊന്ന് കഴിച്ചു നോക്കാം. മാമ്പഴം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. മാമ്പഴവും നല്ല വഴുതനങ്ങ കൊണ്ടാട്ടവും കുറച്ച് കണ്ണിമാങ്ങയും കൂട്ടി ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി മോരുകറിയാണ്. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് മാമ്പഴക്കറി. അത് ഇവിടെ ഉണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന മാമ്പഴക്കറി. അപ്പോൾ നിങ്ങൾ മാമ്പഴക്കറി നിങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്നവരായിരിക്കും. അറിയില്ലാത്തവരൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.